ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വേലുത്തമ്പി ദളവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ: വേലുത്തമ്പിയുടെ ജന്മസ്ഥലം. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലം എവിടെ? തലക്കുളം. വേലുത്തമ്പിയുടെ ജന്മസ്ഥലം തലക്കുളം. തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണപദവിയിലെത്തുകയും തുടർന്ന് ദിവാനാകുകയും ചെയ്തതാര്? തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണപദവിയിലെത്തുകയും തുടർന്ന് ദിവാനാകുകയും ചെയ്തതാര്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്നു? വേലുത്തമ്പി താഴെ തന്നിരിക്കുന്നതിൽ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്നു? അവിട്ടം തിരുനാൾ രാമവർമ്മ. വേലുത്തമ്പി അവിട്ടം തിരുനാൾ രാമവർമ്മയുടെ ദിവാനായിരുന്നു. വേലുത്തമ്പി ദളവ ജനിച്ചതെന്ന്. വേലുത്തമ്പി ദളവ ജനിച്ച വർഷം 1765. വേലുത്തമ്പി ദളവ ജനിച്ചത് 1765. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. വേലുത്തമ്പി തിരുവിതാംകൂറിൻ്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരായിരുന്നു? വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൻ്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആരായിരുന്നു? കോളിൻ മെക്കാളെ. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലുത്തമ്പി ദളവയെ നിർബന്ധിതനാക്കിയത്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലുത്തമ്പി ദളവയെ നിർബന്ധിതനാക്കിയത്. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഒന്ന്, തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ റെസിഡൻറ്റിൻ്റെ നിരന്തര ഇടപെടൽ. അതുപോലെ തിരുവിതാംകൂർ നൽകാനുള്ള നികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനുള്ള സമ്മർദ്ദം. 3, മാത്തുതരകൻ എന്ന മുതലാളിക്കെതിരായ ദിവാൻ്റെ നടപടി റെസിഡൻറ്റ് തടഞ്ഞത്. ഇവയെല്ലാം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ വേലുത്തമ്പി ദളവയെ നിർബന്ധിതനാക്കിയത് ഇതൊക്കെയായിരുന്നു. തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാനിയെ വധിക്കാൻ ശ്രമിച്ചത്. തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റെസിഡൻറ്റ് മെക്കാനിയെ വധിക്കാൻ ശ്രമിച്ചത് ചെമ്പിൽ അരയൻ. ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിനു വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് എന്ന്. ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിനു വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നതെന്ന്. 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ്? വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ്? കൊല്ലവർഷം 984 മകരം 1. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഏത്? കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധി ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഇളമ്പള്ളൂർ ക്ഷേത്രം. വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ്? വേലുത്തമ്പിയുടെ ജീവത്യാഗം എവിടെ വെച്ചാണ്? മണ്ണടി. വേലുത്തമ്പിയുടെ ജീവത്യാഗം മണ്ണടി. വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ്? വേലുത്തമ്പി ദളവ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ്? 1809 മാർച്ച് 29. വേലുത്തമ്പി സ്മാരകം എവിടെയാണ്? വേലുത്തമ്പി സ്മാരകം എവിടെയാണ്? മണ്ണടി. വേലുത്തമ്പി സ്മാരകം മണ്ണടിയിൽ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ഒടുവിൽ ശത്രുക്കളുടെ പിടിയിലകപ്പെടുന്നതിനു മുൻപ് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച്
ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ദേശാഭിമാനി ആര്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ഒടുവിൽ ശത്രുക്കളുടെ പിടിയിലകപ്പെടുന്നതിന് മുൻപ് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ദേശാഭിമാനി. വേലുത്തമ്പി. തിരുവനന്തപുരത്ത് MG റോഡിന് സമീപം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? തിരുവനന്തപുരത്ത് MG റോഡിന് സമീപം സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര്? വേലുത്തമ്പി. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാര്? കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാര്? വേലുത്തമ്പി ദളവ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം എവിടെയാണ്? തിരുവനന്തപുരം. വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്ന നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണ്. കൊല്ലം പട്ടണത്തിൻ്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത്? കൊല്ലം പട്ടണത്തിൻ്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത്? വേലുത്തമ്പി. കൊല്ലം പട്ടണത്തിൻ്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് വേലുത്തമ്പി.